ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തട്ടുകടയിലെ താരമായിട്ടുള്ള വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വെട്ട് കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് മൈദാ മാവ് ചേർക്കാം. 4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ മൈദാ മാവ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മൈദാ മാവാണ്. അപ്പോൾ മാവെല്ലാം ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ 3/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. കൂടെ ഇനി ഇതിനോടൊപ്പം വേണ്ടത് ഏലക്കായാണ്. 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സീഡ് മാത്രം മതിയാവും. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ചേർക്കാം. മുട്ടയുടെ അളവ് കൂടിപ്പോകരുത്. മുട്ടയുടെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ നല്ലൊരു സ്മെല്ല് നമ്മുടെ ഈ വെട്ട് കേക്കിനുണ്ടാവും. കൂടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തൈരും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും, ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത നമ്മുടെ മുട്ടയുടെ മിക്സ് മാവിലേക്ക് ചേർക്കാം. കൂടെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഡ്രോപ്പ് മാത്രം ഫുഡ് കളറും കൂടിയാണ്. യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ തട്ടുകടയിലെ അതേ ആ ഒരു രീതിയിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിലാണ് ഒരു അല്പം കളർ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ആ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കൂടെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം പാലും കൂടി ചേർക്കുകയാണ്. എക്സ്ട്രാ പാല് വേണമെന്നുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മാവ് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. കൈ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നീട് പാലിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ആ ഒരു അളവിനനുസരിച്ചുള്ള പാൽ ചേർക്കരുത്. വീണ്ടും കുറച്ച് പാലും കൂടി ചേർക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റോളമെങ്കിലും മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആകെ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പാല് 1 കപ്പ് അളവിലാണ് പാല് ചേർത്തിട്ടുള്ളത്. നമ്മുടെ മാവിൻ്റെ തിക്നെസ് ഇതുപോലെ വേണം ഉണ്ടാകാനായിട്ട്. ഒരുപാട് കട്ടിയാകാനും പാടില്ല. തീരെ ലൂസായിട്ട് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂറാണ് ഞാനിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നമ്മളിതിലേക്ക് തൈര് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ അത്രയും സമയം മതിയാവും. തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറോളം നമ്മളിതൊന്ന് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു മാവ് കറക്റ്റായിട്ട് റെഡിയായി വരുള്ളൂ. ഞാനിപ്പോൾ 1 മണിക്കൂർ മാത്രമേ ഇത് വെക്കുന്നുള്ളൂ. ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് ആരും മറക്കരുത്. എന്നാൽ ശരി, 1 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മാവിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഒരല്പം മാവ് കയ്യിലേക്ക് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ബോളി പോലെ ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് തന്നെ ചെറിയ രീതിയിൽ മാത്രം നമ്മളൊന്ന് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മാവിൽ എത്രത്തോളം വിള്ളലുണ്ടാവുമോ അത്രത്തോളം നമ്മളിങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഫ്ലവർ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വിള്ളലോട് കൂടിയിട്ടാണ് മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ വെട്ടേക്കിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ അധികമായിട്ട് തന്നെ ഇതിൽ വിള്ളലുണ്ടാവും. കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ നമുക്ക് ഇങ്ങനെ 1-2 ഷേപ്പിൽ മാത്രം കട്ടിങ് ഒക്കെ മതിയെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എണ്ണയ്ക്ക് ഒരു മീഡിയം ചൂട് മാത്രമേ വരാൻ പാടുള്ളൂ. നല്ലതുപോലെ എണ്ണ ചൂടാകാൻ പാടില്ല. മീഡിയം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം മാവ് ഇതിലേക്ക് ഇടാനായിട്ട്. കാരണം നമ്മുടെ മാവ് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടേണ്ടതാണ്. അതിൻ്റെ പേരിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ചധികം എണ്ണയിലാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് നന്നായിട്ട് ഇതൊന്ന് ബോൾ പോലെ ഒന്ന് വിണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം എണ്ണ യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ല നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുഞ്ഞു ബോൾസൊക്കെ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ എണ്ണ മതിയാവും. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിപ്പോവും, ഉള്ളു വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഞാൻ എടുത്ത് പറയുന്നത് നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനെന്ന്. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ വെട്ട് കേക്കിലേക്ക് ഇതുപോലെ വെട്ട് വരാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ ആ വിള്ളലുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ വെട്ട് വരാൻ തുടങ്ങും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ കളറെല്ലാം ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്.
നമ്മുടെ നാട്ടിൽ ഇത് വെട്ട് കേക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ വെട്ട് കേക്കിന് എന്താ പേരെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മളിപ്പോൾ തയ്യാറാക്കിയത് മാവ് കയ്യിലേക്ക് എടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന വെട്ട് കേക്കാണ്. ഇതല്ലാതെ നമുക്ക് നല്ല കട്ടിക്ക് മാവെല്ലാം കുഴച്ചെടുത്തിട്ട് അതിൽ നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞിട്ട് തയ്യാറാക്കുന്ന വെട്ട് കേക്കും ഉണ്ട്. ആ ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തട്ടുകടയിലെ വെട്ട് കേക്ക് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.